ഹായ് ഗൈസ്, അപ്പം നമുക്കിന്ന് ഹോം മെയ്ഡ് പനീർ റെസിപ്പി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കിയാലോ. അതിനായിട്ട് 1 കപ്പ് പാൽപ്പൊടിക്ക് 3 കപ്പ് വെള്ളം ഒഴിച്ച് വെള്ളം നല്ലതായിട്ട് ചൂടായതിനു ശേഷം പാൽപ്പൊടി ഇട്ട് നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണേ. അത് കട്ടിയാവില്ലെങ്കിൽ, കാരണം നമ്മൾ കണ്ടിന്യൂസ് ഇളക്കിക്കൊണ്ടിരിക്കണം. കണ്ടില്ലേ, കട്ടിയൊന്നും ആവാത്ത വിധം നന്നായിട്ടിരിക്കുന്നത്. അത് തിളയ്ക്കുന്നോളം വരെ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം. ഞാനിവിടെ യൂസ് ചെയ്തേക്കുന്നത് നമുക്ക് അംഗനവാടിയിൽ നിന്ന് കിട്ടുന്ന പാൽപ്പൊടി ഉണ്ടല്ലോ, അതാട്ടോ ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. ഇത് അതിനുശേഷം ഞാനിവിടെ ഒരു 1.5 നാരങ്ങ നീര് എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് അരച്ചിട്ട്, അല്ലെങ്കിൽ അതിൻ്റെ കുരുവൊക്കെ വരുമല്ലോ, അത് കാരണം അത് ഒറ്റയടിക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കാൻ പാടില്ല. ഇച്ചിരി ആയിട്ട് ഒഴിച്ച്, ആദ്യം ഒന്നിച്ചിരി ഒഴിച്ച് പിന്നെ ഒന്ന് ഇളക്കി. കണ്ടില്ലേ, ചെറുതായിട്ട് കട്ടയാവുന്നല്ലേ ഉള്ളൂ. അത് കാരണം ഇച്ചിരി ആയിട്ട് ഒഴിച്ച്, അല്ലെങ്കിൽ നമുക്ക് നല്ലതായിട്ടത് സെപ്പറേറ്റ് ആവത്തില്ല. പാലും പിന്നെ വെള്ളം നന്നായിട്ട് സെപ്പറേറ്റ് ആവത്തില്ല. അത് കാരണം നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. 3 പ്രാവശ്യമായിട്ടാട്ടോ ഞാനിവിടെ ഒഴിക്കുന്നത്. നല്ലതായിട്ട് തിളയ്ക്കുന്നോളം വരെ നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണേ. അതിനുശേഷം ഒരു ഓട്ടപാത്രത്തിൻ്റെ അകത്ത് നല്ലൊരു കോട്ടൺ തുണി എടുത്തിട്ട് ഇതങ്ങ് അതിലോട്ട് ഒഴിച്ച് കൊടുക്കണം. അതിനുശേഷം ഞാനൊരിച്ചിരി വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് കഴുകുന്നുണ്ട് കേട്ടോ. ജസ്റ്റ് ഇച്ചിരി വെള്ളം ഒഴിച്ച്, കാരണം ഈ നാരങ്ങയുടെ ഈ പുളിപ്പ് രസമൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് 2 പ്രാവശ്യം വെള്ളം ഒഴിച്ചിട്ട് ജസ്റ്റ് ഞാനതൊന്ന് തവി കൊണ്ട് തന്നെ ഇളക്കി ഒന്ന് മിക്സ് ആക്കുന്നുണ്ട്. അതിൽ പുളിപ്പൊക്കെ ഉണ്ടല്ലോ. അതിനുശേഷം നമ്മൾ നന്നായിട്ടത് പിഴിഞ്ഞെടുക്കണം കേട്ടോ. പിഴിഞ്ഞെടുത്ത് കഴിഞ്ഞിട്ട് അത് അങ്ങനെ തന്നെ വെക്കാൻ പാടില്ല. അതിന് ഷേപ്പ് കിട്ടത്തില്ലല്ലോ. അത് കാരണം ജസ്റ്റ് കൈ കൊണ്ടൊന്ന് പൊടിച്ചിട്ട് കൈ കൊണ്ട് തന്നെ ചെറുതായിട്ടൊന്ന് ഷേപ്പാക്കി ആ തുണി വെച്ചിട്ട് നമ്മൾക്ക് അറിയാവുന്ന ഷേപ്പിൽ അങ്ങ് ടൈറ്റാക്കിയിട്ട് ഇച്ചിരി കനമുള്ള എന്തെങ്കിലും ഒരു സംഭവം എടുത്ത് നമ്മൾ അതിൻ്റെ പൊക്കത്ത് വെക്കുക. ഇതൊരു 1.5 തൊട്ട് 2 മണിക്കൂർ വരെ വെക്കണം. കണ്ടില്ലേ, ഇതേപോലെ. ഇതിപ്പോൾ 1.5 മണിക്കൂറിന് ശേഷം കേട്ടോ ഞാൻ എടുക്കുന്നത്. എന്നിട്ടത് പിന്നെ നമുക്ക് ഏതെങ്കിലും ഒരു പാത്രത്തിലോട്ട് എടുത്തിട്ട് നമുക്കറിയാവുന്ന ഷേപ്പിൽ അങ്ങ് കട്ട് ചെയ്താൽ മതി. കണ്ടില്ലേ, ഇത് പൊടിഞ്ഞൊന്നും പോകത്തില്ല. നമുക്ക് എന്നിട്ട് കറിയൊക്കെ ആക്കാവുന്നതാണ്. ഇതിൻ്റെ അകത്ത് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തിട്ട്. അപ്പം നിങ്ങൾ ട്രൈ ചെയ്യാത്തൊരു മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് എനിക്കൊന്ന് കമൻറ്റ് ചെയ്യണേ. താങ്ക് യു.